ശ്രീ വിജയകുമാർ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആൻഡോ ജോസഫിൻ്റെ മൗനം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് ഈ സുഹൃത്തും നിർമ്മാതാവുമായ ശ്രീ ആൻഡോ ജോസഫ് പ്രസിഡൻ്റായിരിക്കെ സുരേഷ് കുമാർ ഇങ്ങനെ സഹജീവികൾക്കെതിരെയും സ്വന്തം വ്യവസായത്തിനെതിരെയുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വന്ന എന്തുകൊണ്ട് എന്ന് മനസ്സിലാവുന്നില്ല. ശ്രീ സുരേഷ് കുമാറിൻ്റെ ഇത് സംഘടനയുടെ ഭാഷ്യമാണെങ്കിൽ ആൻഡോ ജോസഫിനെ പോലുള്ളവരും അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വരേണ്ടതായിരുന്നില്ലേ എന്നാരെങ്കിലും സംശയിച്ചു പോയാൽ തെറ്റില്ല. ശ്രീ ആൻഡോയെ പോലുള്ളവരുടെ മൗനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ശ്രീ സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങളോടും രീതിയോടും അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കും എന്നാണ്. അതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ചോദ്യം സന്ദീപിലേക്ക് കൈമാറാണ്. സന്ദീപേ അതിലാണിപ്പോൾ പിടിച്ചിരിക്കുന്നത് മെയിനായിട്ട്. ആൻഡോ ജോസഫ് പ്രതികരിക്കുന്നില്ല. എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അദ്ദേഹത്തിന് എന്തോ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ചിത്രീകരിക്കുന്നു. ഈ മൗനം സമ്മതം എന്നും പറയും, അപ്പൊ മൗനം വിയോജിപ്പാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ആൻഡോ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി നിരന്തരമായി ഞങ്ങളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. ഈ വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ എല്ലാ ദിവസവും, ഇന്നും എനിക്ക് തോന്നുന്നു ഒരു 5-8 പ്രാവശ്യം അദ്ദേഹവുമായി ഞാൻ ഫോണിൽ സംസാരിക്കുകയാണ് ഉണ്ടായത്. ഞങ്ങൾ എല്ലാവരും ഫോണിൽ അദ്ദേഹവുമായി നിരന്തരം സംസാരിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ മൗനം ഒന്നുമല്ല. അദ്ദേഹം 100% അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമയുടെ പല കാര്യങ്ങളുമായിട്ട് അദ്ദേഹം ദില്ലിയിലാണ്. അപ്പൊ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സിനിമയുടെ തിരക്കുകൾക്ക് മൂലമാണ് അദ്ദേഹം ഇവിടുന്ന് ലീവ് പോലും പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിന്റെ മൗനം ഒരിക്കലും വിയോജിപ്പാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹം 100% സിനിമാ വ്യവസായത്തിന്റെ എല്ലാ ഓളവും പരപ്പും അറിഞ്ഞ് വന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ട് വ്യവസായത്തിന്റെ ബുദ്ധിമുട്ടുകൾ നന്നായി അറിയാവുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇതേ വിഷയങ്ങൾ അദ്ദേഹവും നേരിടുന്നതാണ്, പ്രശ്നങ്ങൾ നേരിടുന്നതാണ്. അത് രമ്യതയിൽ അദ്ദേഹം കൊണ്ടുപോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വിഷമതകളുണ്ട്. ആ വിഷമതകൾ അദ്ദേഹം പറയാറുമുണ്ട്. അപ്പൊ അതും ഇതുമായി ഒന്നും നമുക്ക് ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞങ്ങൾ തമ്മിൽ ഒരു വിയോജിപ്പുമില്ല. ഞങ്ങൾ ദൈനംദിനം സംസാരിക്കുന്നവരാണ് എല്ലാവരുമായിട്ടും. ശ്രീ ആൻഡോ ജോസഫും ശ്രീ സുരേഷ് കുമാർ, ശ്രീ രാകേഷ്, ഞാനുമായി സംസാരിക്കാറുണ്ട്. സിയാദക്കെ വിളിക്കാറുണ്ട്. ഞങ്ങൾ എല്ലാവരുമായിട്ടും ലിസ്റ്റിനുമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാ ഭാരവാഹികളും, ഞങ്ങൾ ഓഫീസ് ബെയറേഴ്സ് നിരന്തരം ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അത് പാടെ ഞങ്ങൾ തള്ളുകയാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല, വിഷയമേ ഇല്ല.